നമസ്കാരം. തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടികളുടെയും വീഴ്ചകളുടെയും ഉത്തരവാദിത്തത്തിൽ നിന്നും CPM സംസ്ഥാന ഉന്നത നേതൃത്വത്തിന് ഒഴിഞ്ഞുമാറാനാകില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്ര കമ്മിറ്റിയുടെ കടുത്ത മുന്നറിയിപ്പ്. തെരഞ്ഞെടുപ്പ് തോൽവിയുടെയും സംഘടനാപരമായ വീഴ്ചകളുടെയും ഭാരം മുഴുവൻ ജില്ലാ കമ്മിറ്റികളുടെ തലയിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ സംസ്ഥാന നേതൃത്വത്തിന് കഴിയില്ലെന്ന് കേന്ദ്ര കമ്മിറ്റി തയ്യാറാക്കിയ അവലോകന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വൻ തിരിച്ചടി ഉണ്ടായിട്ടും അത് പരിഹരിക്കാനും തിരുത്തൽ നടപടികൾ സ്വീകരിക്കാനും സംസ്ഥാന നേതൃത്വം തയ്യാറായില്ല. തെരഞ്ഞെടുപ്പിലെ വീഴ്ചകൾ സമയബന്ധിതമായി പരിഹരിക്കുന്നതിൽ ഉന്നത നേതൃത്വം പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്ന് കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു. സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള വിഷയങ്ങളിൽ സംഭവിച്ച പാളിച്ചകളുടെ ഉത്തരവാദിത്തം സംസ്ഥാന നേതൃത്വം ഏറ്റെടുക്കണമെന്ന് കേന്ദ്ര കമ്മിറ്റി ആവശ്യപ്പെടുന്നു. തളിപ്പറമ്പ്, പയ്യന്നൂർ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചു. പ്രമുഖ നേതാക്കളുടെ ബന്ധുക്കൾക്ക് സീറ്റ് നൽകുന്നു എന്ന വാദം ഉയർന്നത് ജനങ്ങൾക്കിടയിൽ പാർട്ടിയുടെ പ്രതിച്ഛായ തകർത്തു. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് പത്മകുമാറിനെതിരെ നടപടിയെടുക്കാൻ കേന്ദ്ര നേതൃത്വം നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ സംസ്ഥാന കമ്മിറ്റി ഇത് നടപ്പിലാക്കാൻ തയ്യാറായില്ല. പത്മകുമാർ ജയിലിലാണെന്ന കാരണം പറഞ്ഞ് നടപടി നീട്ടിക്കൊണ്ടുപോയത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി. അയ്യപ്പ സംഗമത്തിൽ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ പ്രസ്താവന വായിച്ച നടപടി പാർട്ടി നയങ്ങൾക്ക് തികച്ചും എതിരായിരുന്നുവെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തിൽ കൃത്യമായ രാഷ്ട്രീയ പ്രചരണം നടത്തുന്നതിൽ സംസ്ഥാന നേതൃത്വം പരാജയപ്പെട്ടു. CPM, BJP അന്തർധാരയുണ്ടെന്ന തരത്തിൽ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും അഴിച്ചുവിട്ട പ്രചരണങ്ങളെ പ്രതിരോധിക്കാൻ പാർട്ടിക്ക് സാധിച്ചില്ല. കൂടാതെ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ ഒഴിവാക്കാമായിരുന്നുവെന്നും കൂട്ടായ ചർച്ചകളുടെ അഭാവമാണ് പ്രശ്നം വഷളാക്കിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. MV ഗോവിന്ദന് തിരുത്തുപറ്റിയിട്ടുണ്ടെന്ന് MA ബേബി നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നെങ്കിലും അത് അംഗീകരിക്കാൻ സംസ്ഥാന നേതൃത്വം തയ്യാറായിരുന്നില്ല. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ സംസ്ഥാന നേതൃത്വം തന്നെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന് കേന്ദ്ര കമ്മിറ്റി ശഠിച്ചതോടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനും പോളിറ്റ് ബ്യൂറോയിലുള്ള സ്വാധീനത്തിൽ വലിയ ഇടിവുണ്ടായെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പാർട്ടിക്ക് മുൻതൂക്കമുള്ള കണ്ണൂരിലെ തളിപ്പറമ്പ്, പയ്യന്നൂർ പോലുള്ള ഉറച്ച കോട്ടകളിൽ പോലും സ്ഥാനാർത്ഥി നിർണയത്തിൽ വീഴ്ച പറ്റിയെന്ന് കേന്ദ്ര കമ്മിറ്റി ഔദ്യോഗികമായി രേഖപ്പെടുത്തിയത് സംസ്ഥാന നേതൃത്വത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ്. തെരഞ്ഞെടുപ്പ് തിരിച്ചടിയുടെ പൂർണ്ണഭാരവും ജില്ലാ പ്രാദേശിക കമ്മിറ്റികളുടെ തലയിൽ വെച്ചുകെട്ടി കൈകഴുകാൻ ശ്രമിച്ച CPM സംസ്ഥാന നേതൃത്വത്തിന് ലഭിച്ച കനത്ത പ്രഹരമാണ് കേന്ദ്ര കമ്മിറ്റിയുടെ ഈ അവലോകന റിപ്പോർട്ട്. കണ്ണൂരിലെ ഉറച്ച കോട്ടകളിൽ പോലും സ്വന്തക്കാർക്ക് സീറ്റ് നൽകാൻ കാണിച്ച തന്റേടവും ശബരിമല വിഷയം മുതൽ PM ശ്രീ വരെയുള്ള സങ്കീർണമായ വിഷയങ്ങളിൽ കാണിച്ച കൂട്ടായ ചർച്ചകളുടെ അഭാവവുമാണ് പാർട്ടിക്ക് തിരിച്ചടിയായതെന്ന് കേന്ദ്ര നേതൃത്വം അടിവരയിടുന്നു. AKG സെന്ററിനെയും ഭരണത്തെ നിയന്ത്രിച്ചിരുന്ന പിണറായി വിജയൻ, MV ഗോവിന്ദൻ, അച്യുതണ്ടിന്റെ PBയിലെയും CCയിലെയും സ്വാധീനത്തിൽ വലിയ വിള്ളൽ വീണ് കഴിഞ്ഞു എന്നതിന് തെളിവാണ് ഇത്തരമൊരു തുറന്ന കുറ്റപത്രം. തെറ്റുകൾ താഴെത്തട്ടിൽ മാത്രമല്ല, ഉന്നത നേതൃത്വത്തിന്റെ തലപ്പത്താണ് ആദ്യം തിരുത്തപ്പെടേണ്ടതെന്ന തിരിച്ചറിവിലേക്ക് കേന്ദ്ര നേതൃത്വം എത്തുമ്പോൾ വരും ദിവസങ്ങളിൽ സംസ്ഥാന CPMൽ വൻ അഴിച്ചുപണികളും പുകച്ചിലുകളും ഉണ്ടാകുമെന്നും ഉറപ്പാണ്.